നമസ്കാരം. മലയാളി കൂട്ടായ്മ പാകിസ്ഥാൻ ക്രിക്കറ്റർമാരെ പൂവിട്ട് പൂജിച്ചതിന്റെയും സ്വീകരണം കൊടുത്തതിന്റെയും ഒക്കെ വാർത്തകളും ചർച്ചകളും ഒക്കെ നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്താ വിശകലനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പലരും നടത്തുന്നുണ്ട്. ന്യായീകരിച്ചും പലരും പറയുന്നുണ്ട് അവർ ലോകോത്തര നിലവാരമുള്ള ക്രിക്കറ്റർമാരല്ലേ, ഈ സംഘാടകർ പറയുന്നത് ഇവർ അറിയാതെ കയറി വന്നതാണ്, വഴിതെറ്റി കയറി വന്നതാണ് എന്നൊക്കെയാണ്. എല്ലാം നമ്മളങ്ങ് വിശ്വസിച്ചു. നമ്മൾ ഇന്ത്യക്കാരും മലയാളികളും ഒക്കെ വെറും മണ്ടന്മാരാണല്ലോ. ഇതിപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അഡ്വക്കേറ്റ് കമൽജിത്ത് കമലാസൻ, അദ്ദേഹം രാഷ്ട്രീയമായ കാര്യങ്ങളെ സാമൂഹ്യമായും കൂടി നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അല്പം വ്യത്യസ്തമാണെന്ന് തോന്നിയത് കൊണ്ട് അതൊന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം എന്ന് വിചാരിച്ചു. അഡ്വക്കേറ്റ് കമൽജിത്ത് പറയുകയാണ്, മലയാളികൾ ഇസ്ലാമിക അധിനിവേശത്തിന്റെ ക്രൂരത അറിഞ്ഞിട്ടില്ല. ശരിക്കും ഇസ്ലാമിക അധിനിവേശം എന്താണ്? ഈ മുഗൾ അധിനിവേശവുമായി ബന്ധപ്പെട്ട് അതിനുശേഷമുണ്ടായ ചരിത്രപരമായ ഒരുപാട് സംഭവങ്ങളെക്കുറിച്ച്, വംശീയ ഹത്യകളെക്കുറിച്ച്, സ്ത്രീ പീഡനങ്ങളെക്കുറിച്ച്, കൊലപാതകങ്ങളെക്കുറിച്ച്, എന്തിന് കശ്മീരി പണ്ഡിറ്റുകളെ തല്ലിയോടിച്ചതിനെ കുറിച്ച് പോലും മലയാളികൾക്ക് വലിയ അറിവില്ല എന്നാണ് അഡ്വക്കേറ്റ് കമൽജിത്ത് പറയുന്നത്. ഒരു ടിപ്പു സുൽത്താൻ, ഒരു വാര്യംകുന്ന് മുസ്ലിം ആക്രമണകാരികളുടെ ലിസ്റ്റ് അവിടെ തീരുന്നു. നമ്മളെ സംബന്ധിച്ച് അവർ രണ്ടുപേരുമാണ് ഈ നമ്മുടെ മേഖലയിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ടായിരിക്കാം നമ്മൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാത്തത് അല്ലെങ്കിൽ ചിന്തിക്കാത്തത്. കേരളത്തിൽ ഇസ്ലാം വളർന്നത് പൂർണ്ണമായും ഇവിടം ഭരിച്ചിരുന്ന നാട്ടുരാജാക്കന്മാരായ സാമൂതിരിമാരുടെയും തിരുവിതാംകൂർ രാജാക്കന്മാരുടെയും സഹായം കൊണ്ടാണ് എന്ന ഒരു അഭിപ്രായം അദ്ദേഹം പറയുന്നുണ്ട്. സവർണർ ഒഴികെ ഉള്ള ഓരോ ഹിന്ദു കുടുംബത്തിൽ നിന്നും ഒരാൾ മുസ്ലിം ആകണം എന്ന ഉത്തരവ് ഇറക്കി സാമൂതിരി എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഗസ്നിയിലെ മഹമ്മൂദ് മുതൽ ഔറംഗസീബ് വരെയുള്ളവർ 800 വർഷങ്ങളോളം ചെയ്ത ക്രൂരതകൾ, ആ ക്രൂരതകളെ കുറിച്ചുള്ള അറിവ് നമുക്ക് വളരെ കുറവാണ്. അത് മലയാളികൾക്ക് കഥകൾ മാത്രമാണ് എന്ന് പറയുന്നു അഡ്വക്കേറ്റ് കമൽജിത്ത്. മലയാളി യുദ്ധം അറിഞ്ഞിട്ടില്ല, അവൻ എല്ലായ്പ്പോഴും സുരക്ഷിതനായിരുന്നു. അവന് യുദ്ധത്തിനെതിരെ കവിത എഴുതാനും പ്രസംഗിക്കാനും കഴിയുന്നത് അവൻ തോക്കിന്റെയും ഷെല്ലുകളുടെയും റേഞ്ചിന് പുറത്തായതുകൊണ്ടാണ്. പാകിസ്ഥാന് വേണ്ടി ഹിസ്റ്റീരിയ ബാധിച്ച പോലെ അലറി വിളിച്ചു നടന്ന അഫ്രീദി എന്ന ശത്രുവിനെ വിളിച്ച് ആദരിച്ച, വിദ്യാഭ്യാസം നേടിയ വിവരം കെട്ട മല്ലു നാറികളെ പല രീതിയിൽ ശിക്ഷിക്കണം എന്നൊക്കെ ആളുകൾ പറയുന്നത് കേട്ടിരുന്നു. എനിക്ക് തോന്നുന്ന ഒരു മാർഗം അവരുടെ കേരളത്തിലെ സ്വത്തുക്കൾ സർക്കാർ വില കൊടുത്ത് ഏറ്റെടുത്ത ശേഷം അവരെ പൂഞ്ചിലോ ബരാമുള്ളയിലോ മറ്റോ വീടും ബിസിനസ് സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് താമസിപ്പിക്കണം എന്നാണ്. അതിർത്തി പ്രദേശങ്ങളിലെ ഇടയ്ക്കിടെ വീടിനും കടയ്ക്കും മുകളിലൊക്കെ പാകിസ്ഥാന്റെ ഷെല്ലുകൾ വന്ന് വീഴുമ്പോൾ അവരും രാജ്യസ്നേഹികൾ ആയിക്കൊള്ളും. ചുരുങ്ങിയത് പാകിസ്ഥാൻ വിരോധികൾ എങ്കിലും ആകും, സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്യൂബ കമ്മിറ്റിയുടെ 2024-25 അതിന്റെ ഭാരവാഹികളുടെ ചിത്രവും അഡ്വക്കേറ്റ് കമൽജിത്ത് കൊടുത്തിരിക്കുന്നു. നമ്മൾ ശരിക്കും പലതും അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് പലതും അറിയില്ല, നമ്മൾ അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. 21-ലെ വംശീയ ഹത്യയും വർഗീയ ലഹളയും ഒന്നും അതിന്റെ ആ കയ്പ് അനുഭവിച്ച തലമുറയിലെ ആരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടാവില്ല. അല്ലെങ്കിൽ മലയാളിക്ക് പൊതുവെ ഈ ലോകബോധം, പൊതുബോധം എന്നതിനെ കുറിച്ചുള്ള വിവരം പൊതുവെ കുറവാണ് എന്ന് പറയപ്പെടുന്നു. നമുക്ക് അറിവുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, നമുക്ക് ലോക നിലവാരമുണ്ട്, നമുക്ക് നല്ല ഭാഷ പ്രയോഗിക്കാൻ അറിയാം. അത് അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് കവിത എഴുതാൻ അറിയാം, യുദ്ധത്തിനെതിരെ കവിത എഴുതാൻ അറിയാം, അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന വംശീയ ഹത്യക്കെതിരെയും അനുകൂലിച്ചുമൊക്കെ കവിത എഴുതാൻ അറിയാം. ജി സുധാകരൻ പോലും ബിൻ ലാദന് അനുകൂലമായി കവിത എഴുതിയത് നമ്മൾ കണ്ടിട്ടില്ലേ? എഴുതാൻ അറിയാം. പക്ഷേ യഥാർത്ഥ ജീവിതാനുഭവങ്ങൾ എന്താണ് എന്ന് ഇവർക്കാർക്കും, ഇതിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ഇത് സംഘടിപ്പിച്ച ആർക്കും മനസ്സിലായിട്ടില്ല. പൊതുവെ മലയാളികൾക്ക് അത് മനസ്സിലായിട്ടില്ല എന്ന ഒരു വിലയിരുത്തലാണ് നടത്തുന്നത്. നമ്മൾ അതിനെ പൂർണ്ണമായി നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. എന്നാൽ പോലും ഇതിനകത്ത് പങ്കെടുത്തവർ, ഈ ഒരു വിഷയത്തെ മുമ്പോട്ട് നയിച്ചവർ തീർച്ചയായിട്ടും വിവരക്കേട് തന്നെയാണ് കാണിച്ചത്. വിവരമില്ലായ്മയാണ്, അവർക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. ഇവിടെ മുസ്ലിം അധിനിവേശത്തിന്റെ ആ ദുഃഖവും ആ ഒരു കയ്പുനീരുമൊന്നും അനുഭവിച്ചിട്ടില്ലാത്ത, ചരിത്രങ്ങളിലൂടെ പോലും ശരിക്കും വായിച്ചിട്ടില്ലാത്ത ഒരു വിഭാഗം ഈ പുതിയ തലമുറയിൽ നിലകൊള്ളുന്നു എന്ന ഒരു സൂചന കൂടിയാണ് അഡ്വക്കേറ്റ് കമൽജിത്ത് ഈ ഒരു പോസ്റ്റിലൂടെ നൽകുന്നത്.